ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിങ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുമായിട്ടുള്ള ബന്ധം നിങ്ങളെ അത് എവിടേക്കാണ് കൊണ്ടുപോകുന്നത്, അത് ഒരുമിച്ചുള്ള ഒരു ഭാവിയിലേക്കാണോ അതോ അത് പുതിയൊരു വഴിത്തിരിവിലേക്കാണോ, എന്തായിരിക്കും നിങ്ങളുടെ ബന്ധത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളൊരു റീഡിംഗ് ആണ്. അപ്പോൾ ഓർക്കുക, ഇതൊരു പേഴ്സണൽ റീഡിംഗ് അല്ല, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് 100% റെസൊനേറ്റ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് മാച്ച് ചെയ്യുന്ന ഭാഗങ്ങൾ മാത്രം സ്വീകരിച്ച് അല്ലാത്ത കാര്യങ്ങളെ വിട്ടേക്കുക. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 ക്യാൻഡിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു ഓറഞ്ച് ക്യാൻഡിലാണ്, ഇതൊരു യെല്ലോ ക്യാൻഡിലാണ്. ഇതിൽ ഏതിനോടാണോ നിങ്ങൾക്കൊരു അട്രാക്ഷൻ തോന്നുന്നത് അത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. തിരഞ്ഞെടുത്തെന്ന് വിശ്വസിക്കുന്നു. ആ ഒരു വ്യക്തിയെ ഓർത്തുകൊണ്ട് റീഡിംഗ് കാണാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ആദ്യം ഓറഞ്ച് ക്യാൻഡിൽ തിരഞ്ഞെടുത്തവരുടെ റീഡിംഗ് നോക്കാം. നിങ്ങൾ ഓർക്കുന്ന വ്യക്തിയുമായിട്ട് മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയായിരിക്കും, അത് എവിടെയായിരിക്കും നിങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത്? Two of Cups, King of Cups. കൂടാതെ നമുക്ക് 2 കാർഡാണ് കിട്ടിയിരിക്കുന്നത്. ഒരു 10 of Swords കൂടി കിട്ടിയിട്ടുണ്ട്. മൂൺ, നോക്കാം. പേജ് ഓഫ് സോർഡ്സ്. ഓക്കെ, ഇത്രയുമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. നമുക്കിവിടെ ആദ്യം ഒരു 2 of Cups എനർജി, കിങ് ഓഫ് കപ്സ് എനർജി, അതുപോലെ തന്നെ ഒരു 10 of Swords എനർജി കിട്ടുന്നുണ്ട്. അതായത് ഈ ഒരു 2 of Cups എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾ ഏത് വ്യക്തിയാണോ ആഗ്രഹിച്ചത് ആ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ വളരെയധികം സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. അതായത് ഈ ഒരു സമയത്ത് നിങ്ങൾ വളരെയധികം ഹാപ്പിയാണ്. മാത്രമല്ല ഈ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്നേഹം വളരെയധികം ഒരു പക്വതയുള്ള ഒരു സ്നേഹമാണ്. അതായത് എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന, നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും നിങ്ങൾക്കൊപ്പം കൂടെ നിൽക്കുന്ന, അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾക്ക് നിങ്ങളെ നല്ല രീതിയിൽ ഉപദേശിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി കാണിക്കുന്നുണ്ട്. കൂടാതെ ഒരു 10 of Swords കിട്ടുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഒരു പാസ്റ്റ് ആണ് ഈ പറയുന്നത്. അതായത് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതിന് മുൻപ് ഒരുപാട് വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ നിങ്ങൾക്കുണ്ടായതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് സമാധാനമില്ലാത്ത ഒരവസ്ഥ, ആ ഒരു അവസ്ഥയിലൂടെയൊക്കെ പോയതിന് ശേഷമാണ് നിങ്ങൾ ഈ ഒരു വ്യക്തിയെ കണ്ടുമുട്ടിയതായിട്ട് കാണിക്കുന്നത്. ആ ഒരു വ്യക്തിയിലൂടെ ഒരുപാട് സമാധാനം, അതുപോലെ തന്നെ ഒരു സന്തോഷം, അതായത് നിങ്ങൾ ആഗ്രഹിച്ച എന്താണോ ഒരു സന്തോഷ സമാധാനമൊക്കെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നതായിട്ട് കാണിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഈ ഒരു വ്യക്തിയിലൂടെ നിങ്ങൾക്ക് ലഭിച്ചതായിട്ടാണ് കാണിക്കുന്നത്. കൂടാതെ ഒരു മൂൺ കാർഡ് കിട്ടിയിട്ടുണ്ട്. അതായത് ഇത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ചിന്തയാണ്. അതായത് ഈ ഒരു വ്യക്തി നിങ്ങളെ ഇപ്പോൾ ഒരുപാട് സ്നേഹിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ ഒരുപാട് കെയർ ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളോട് കാണിച്ചാൽ പോലും നിങ്ങളുടെ എനർജി ഒരു മൂൺ എനർജിയിൽ നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ പാസ്റ്റിൽ ഒരുപാട് സംഭവങ്ങൾ, വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായ വ്യക്തിയായിരിക്കാം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു വ്യക്തി നിങ്ങളെ സ്നേഹിച്ചാലും ചില സമയങ്ങളിൽ നിങ്ങൾ ഈ ഒരു വ്യക്തിയെ സംശയിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഇവർ നിങ്ങൾക്ക് നൽകുന്ന സ്നേഹം അത് സത്യസന്ധമാണോ, അതല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെ വിശ്വസിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുമോ, എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു വ്യക്തി എന്നിൽ നിന്ന് മറച്ചു പിടിക്കുന്നുണ്ടോ, ഇത്തരത്തിലുള്ള ഒരു അമിതമായ ചിന്തകൾ നിങ്ങൾക്കുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അതുമാത്രമല്ല പേജ് ഓഫ് സോർഡ്സിന്റെ എനർജി കിട്ടുന്നുണ്ട്. ഇത് നിങ്ങളുടെ എനർജിയാണ് കാണിക്കുന്നത്. അതായത് ഈ ഒരു വ്യക്തിയെ നിങ്ങൾ എപ്പോഴും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഈ ഒരു വ്യക്തിയെ മാറി നിന്ന് നിങ്ങൾ നിരീക്ഷിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവരുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ചെക്ക് ചെയ്യുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. ഇവർ എന്താണ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ അറിയുവാനായിട്ടുള്ള ഒരു അമിത ആകാംക്ഷ നിങ്ങൾക്കുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അതായത് ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ സംസാരിച്ചിരിക്കുകയാണെങ്കിൽ പോലും മാറി നിന്നവരെ നിങ്ങൾ ഒരു ഭാഗത്ത് നിന്ന് നിരീക്ഷിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അപ്പോൾ മുൻപുണ്ടായ ചില അനുഭവങ്ങളാണ് അതിന് കാരണമായിട്ട് നമുക്കിവിടെ കിട്ടുന്നത്. അതായത് ഈ ഒരു വ്യക്തി ഇനി എത്രയൊക്കെ
എത്രയൊക്കെ സ്നേഹം നിങ്ങളോട് കാണിച്ചാലും നിങ്ങൾ ചില സമയങ്ങളിലൊക്കെ ഒരു സംശയത്തിന്റെ രീതിയിൽ ഈ ഒരു വ്യക്തിയെ നോക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ നമുക്കിവിടെ കിട്ടുന്നത് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം നല്ലൊരു സ്നേഹമാണ്. അവർ വളരെയധികം ആത്മാർത്ഥമായിട്ടാണ് നിങ്ങളെ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളുമൊത്ത് ഒരുമിച്ച് സമാധാനത്തോടും സന്തോഷത്തോടും കൂടി മുന്നോട്ട് പോകണമെന്ന് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ പ്രശ്നമെന്ന് വെച്ചാൽ നിങ്ങളുടെ എനർജിയാണ്. അതായത് നിങ്ങൾ ഇവിടെ ഓവറായിട്ട് നെഗറ്റീവായിട്ട് ചില കാര്യങ്ങളൊക്കെ ചിന്തിച്ച്, അതായത് ഓവർ തിങ്കിങ് നിങ്ങൾക്ക് വളരെ അധികമാണ്. അതായത് പ്രത്യേകിച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒന്ന് കുറയ്ക്കുക എന്നാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന മെസ്സേജ്. കൂടാതെ ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത് നല്ലൊരു ഭാവിയാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു ഓറഞ്ച് ക്യാൻഡിൽ തിരഞ്ഞെടുത്തവരോട് പറയാനായിട്ടുള്ളത്. അതാണ് കിട്ടിയിരിക്കുന്ന റീഡിങ്. അടുത്ത് നമുക്ക് യെല്ലോ ക്യാൻഡിൽ തിരഞ്ഞെടുത്തവരുടെ റീഡിങ് നോക്കാം. ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം റീഡിങ് കാണുക. Nine of Pentacles, Page of Cups, Five of Wands, Star, ഒരു ഡെവിളും ഒരു ടു ഓഫ് വാൻഡ്സ് രണ്ടും ഒരുമിച്ചാണ് നമുക്ക് വന്നേക്കുന്നത്. അപ്പോൾ ഈ ഒരു രണ്ട് കാർഡും ഞാൻ എടുക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് റീഡിങ്ങിലോട്ട് കിടക്കാം. നമുക്കിവിടെ ആദ്യം ഒരു നയൻ ഓഫ് പെന്റക്കിൾസിന്റെ എനർജി, അതുപോലെ തന്നെ പേജ് ഓഫ് കപ്സിന്റെ എനർജി, അതുപോലെ ഫൈവ് ഓഫ് വാൻഡ്സിന്റെ എനർജി കൂടി കിട്ടുന്നുണ്ട്. അതായത് ഇവിടെ നയൻ ഓഫ് പെന്റക്കിൾസ് എനർജി നിങ്ങളുടെ എനർജിയാണ് കാണിക്കുന്നത്. അതായത് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു മെസ്സേജ് തന്നെ ആദ്യം നിങ്ങളൊന്ന് ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിക്കുക. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് കരിയറിൽ ഫോക്കസ് ചെയ്യാനായിട്ട് കൂടി പറയുന്നുണ്ട്. അത് മാത്രമല്ല ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ ഈ ഒരു സമയത്ത് ഫൈവ് ഓഫ് വാൻഡ്സ് ആണ്, അതായത് തർക്കത്തിലാണെന്ന് കാണിക്കുന്നുണ്ട്. പരസ്പരം മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആദ്യം ഈ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് വളരെയധികം ഒരു നിഷ്കളങ്കമായ രീതിയിലുള്ള ഒരു സ്നേഹം നിങ്ങൾക്ക് ലഭിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ അതിനുശേഷം നിങ്ങൾക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഈ ഒരു വ്യക്തിയിലൂടെ ഉണ്ടായതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഈ ഒരു വ്യക്തി പലതരത്തിൽ നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ച ഒരു എനർജി കാണിക്കുന്നുണ്ട്. കൂടാതെ നമുക്കൊരു സ്റ്റാർ കിട്ടുന്നുണ്ട്. ഇത് നിങ്ങളുടെ എനർജിയാണ് കാണിക്കുന്നത്. അതായത് ഈ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നും എന്തൊക്കെയോ തെറ്റുകൾ സംഭവിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. അതായത് എല്ലാ കാര്യങ്ങളും ശരിയാകും, മുന്നോട്ട് നല്ല രീതിയിൽ പോകാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ അത് നിങ്ങൾക്ക് ഇപ്പോഴും ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അതായത് ഈ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നും ചില കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഈ ഒരു സമയത്ത് ക്ഷമിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. അത് മാത്രമല്ല ഈ ഒരു വ്യക്തിയുമായിട്ട് തന്നെ മുന്നോട്ട് പോകണം എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇപ്പോഴും ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കൂടാതെ ഒരു ടു ഓഫ് വാൻഡ്സ് കിട്ടിയിട്ടുണ്ട്. അതായത് വീണ്ടും നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് ഒരുപാട് എനർജി ഒരു വ്യക്തിക്ക് കൊടുക്കണ്ട എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഭാവിയെക്കുറിച്ച്, അതായത് കരിയറിനെ കുറിച്ച് ചിന്തിക്കുവാനായിട്ട് നമുക്കിവിടെ ഒരു മെസ്സേജ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വ്യക്തിക്കായിട്ട് നിങ്ങൾ ഒരുപാട് എനർജി നിങ്ങൾ കളയേണ്ട ആവശ്യമില്ല എന്ന് കാണിക്കുന്നുണ്ട്. കൂടാതെ നമുക്ക് ഒടുവിൽ ഒരു ഡബിൾ കാർഡാണ് കിട്ടിയേക്കുന്നത്. അതായത് ഒരു പക്ഷേ ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധം മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ നിങ്ങളെ ഈ ഒരു വ്യക്തി കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുമെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി സ്വന്തം കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട്. അത് മാത്രമല്ല പലതരത്തിലുള്ള പെയിൻ അത് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി തരുന്ന ഒരു എനർജി കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി നിങ്ങൾ ഈ ഒരു വ്യക്തിയുമായിട്ട് മുന്നോട്ട് പോവുക. അതായത് ഇവരുമൊത്ത് നിങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള വേദനകൾ കിട്ടുവാനായിട്ടുള്ള ഒരു സാധ്യത കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരുമൊത്ത് ഒരുമിച്ചുള്ള ഒരു ഭാവിയായിട്ട് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു എനർജിയാണ് കിട്ടുന്നത്. ഈ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്നും ആവർത്തനങ്ങൾ കാണിക്കുന്നുണ്ട്. അതായത് ചെയ്ത തെറ്റുകൾ വീണ്ടും ആവർത്തിക്കുവാനായിട്ടുള്ള ഒരു സാഹചര്യം നമുക്ക് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കുറച്ചൊരു സമാധാനം കുറഞ്ഞ ഒരു എനർജിയാണ് കാണിക്കുന്നത്. അതായത് ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള യാത്രയിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സമാധാനം കുറയുവാനായിട്ടുള്ള ഒരു സാധ്യത നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്നുണ്ട്.
അപ്പോൾ അത് എന്ത് വേണമെന്ന് ഒരു തീരുമാനം എടുക്കേണ്ടത് അത് നിങ്ങൾ മാത്രമാണ്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന റീഡിങ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു യെല്ലോ ക്യാൻഡിൽ തിരഞ്ഞെടുത്തവരുടെ റീഡിങ്. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു.